ഹായ് ഓൾ. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്ത് തുറന്നാലും കാണാനുള്ളത് ബൺ മസ്കയാണ്. ബൺ മസ്ക അങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് നിന്ന് ഇതങ്ങനെ അവൈലബിളും അല്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നമ്മൾ തന്നെ അങ്ങ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബണ്ണാണ് മേജർ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമ്മുടെ ബട്ടർ എന്ന് വെച്ചാൽ സോൾട്ട് അല്ല കേട്ടോ, നോർമൽ ബട്ടർ. പിന്നെ ഈ മിൽക്ക് മെയ്ഡ് ഒത്തിരി ഒഴിക്കേണ്ട, കുറച്ച് മതി. പിന്നെ ഒരു ലേശം വാനില എസൻസും കൂടി ഇടാം. എന്നിട്ട് നല്ലപോലെ ഇതെല്ലാം കൊണ്ട് മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിലാക്കും. അതിനുശേഷം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറാനി ചായയാണ്. അപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമ്മൾ നോർമലി ചായ ഉണ്ടാക്കുന്ന പോലെ തേയിലയിട്ട് ചായ തിളപ്പിച്ചതിന് ശേഷം കുറച്ച് അലക്കുലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഏലയ്ക്ക, കറുവപ്പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് തേയില ചായ സെപ്പറേറ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ പാലും നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. രണ്ടും അങ്ങനെ സെറ്റായതിന് ശേഷം ഈ ഗ്ലാസ്സിലേക്ക് ചായയും നമ്മളുണ്ടാക്കിയ ഒരു പാലും ഇത് രണ്ടിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ ഇറാനി ചായ റെഡിയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ആ ബണ്ണിലേക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കടിച്ചു നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ്. അധികം അങ്ങനെ ഭയങ്കര മധുരമോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാൽ നല്ലൊരു ടേസ്റ്റ്. പിന്നെ ഇത് മെയിൻലി ആ ഒരു ചായയിലൂടെ മുക്കി കഴിക്കുമ്പോഴാണ് വേറൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്ക് പലർക്കും ഞങ്ങളൊരു 3-4 പേര് കഴിച്ച് നോക്കിട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇഷ്ടപ്പെട്ടെ. അപ്പോൾ 1-2 പേർക്ക് തന്നെ കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് തോന്നി. പിന്നെ ഇപ്പോൾ എനിക്കും ആ ചായ മുക്കി കഴിച്ചപ്പോൾ കേട്ടോ കുറച്ചുകൂടെ ഒരു ഇഷ്ടം തോന്നിയത്. മൊത്തത്തിൽ നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി സംഭവം. എന്താ പറയുക, ഒരു ഓക്കെ അങ്ങനെ ഒരു ഭയങ്കര ടേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യണം അങ്ങനെയൊന്നും തോന്നിയില്ല. ഇപ്പം നമ്മളുണ്ടാക്കിയിട്ട് കുഴപ്പമാണെന്ന് അറിയില്ല, പക്ഷേ എന്നാലും ആയിരിക്കാൻ വഴിയില്ല. കാരണം യൂട്യൂബൊക്കെ നോക്കി കുറേ വീഡിയോസൊക്കെ നോക്കി ആ ഒരു രീതി തന്നെ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ. പക്ഷേ സംഭവം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. വീട്ടിലൊക്കെ എല്ലാവർക്കും എന്താ പറയുക ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു വെറൈറ്റി ടേസ്റ്റ് സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ ബൺ മസ്ക ആൻഡ് ഇറാനി ചായ. അപ്പം എല്ലാവരും വീട്ടിൽ സമയം പോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ എളുപ്പമാണ്, വലിയ സമയമൊന്നും വേണ്ട ഇതിന്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.